ഇനി ഇവരെ മുഖാമുഖത്തിന്റെ വേറൊരു കോലം നമ്മളെ നൗഷാദ് ആശരി പറയും. നൗഷാദ് മൂപ്പരിപ്പോ എവിടെയുള്ളത്? കാന്തപുരം മുസ്ലിയാരെ അംഗീകരിക്കും അത്രേ, സുലൈമാൻ മുസ്ലിയാർ ഓലെ പ്രസിഡന്റിനെയും അംഗീകരിക്കും അത്രേ. എന്നാൽ മൂന്നാൾക്കാര് ആരെ? പേരോട്, പൊന്മള, അലവി സഖാഫി, ഇവരെ അംഗീകരിക്കൂല. മറ്റേതൊപ്പം തന്നെയാണ്. അദ്ദേഹം ഇവരുടെ ഒരു മുഖാമുഖത്തിന്റെ കഥ പറയുന്നു. മനസ്സിലായോ? ഇതെന്തിനാ പറഞ്ഞോ? നിങ്ങളെ ഗ്രൂപ്പ് പറയാനല്ല. ഇയാൾ വേറെ അപ്പുറത്ത് ഈ കേക്കോ മറ്റേക്കോ പോകണമെങ്കിൽ പിന്നെ അതിന് പ്രസക്തി ഇല്ല. നിങ്ങളിപ്പോ പിന്നെ ഞങ്ങളുടെ കൂടെ പോയ ആൾക്കാരെ ക്ലിപ്പിട്ട അതിന് ബദലാവൂല. ഇട്ടാലും വേറെ വരാണ്ട് പറയുന്നത്. ഇത് ഇപ്പൊ ഇതിലുള്ള കാന്തപുരത്ത് അംഗീകരിക്കുന്നു, സുലൈമാൻ മുസ്ലിയാരെ അംഗീകരിക്കുന്നു. അത് ആദ്യം അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. നൗഷാദ് പറയുന്നത് കേട്ടോളൂ. എപി ഉസ്താദ് അടക്കമുള്ള, സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതിന് നിങ്ങളെ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് അതിന്റെ മറുപടി എന്നേ ഈ സമയത്ത് പറയാനുള്ളൂ. ആരോടായി നിങ്ങൾ? പേരോട്, പൊന്മള, അലവി സഖാഫി. ഇനി ഇദ്ദേഹം പറയുകയാണ് അലവി സഖാഫിയുടെ മുഖാമുഖത്തിന്റെ കോലം എന്താണ് കേട്ടോളൂ നിങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മളെ കുട്ടികൾ ചോദിച്ചു, ആ ചോദ്യം ഒന്ന് കേട്ടോളൂ. അവര് ഈ പറഞ്ഞ വ്യക്തി എഴുന്നേറ്റ് പോയി. അതിനുശേഷം അപ്പൊ തന്നെ അവന് മൈക്ക് ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ല. എങ്ങനെ മൈക്ക് കൊടുക്കാനാണ്? ഇതിന്റെ രേഖ പറയണ്ടേ? രേഖ പറയണം, പറഞ്ഞില്ല. അങ്ങനെ കുറെ കാലം സമയം കഴിഞ്ഞപ്പോ ഇയാള് പ്രസംഗിക്കുകയാണ്. ചോദ്യത്തിന് അവസരം കൊടുത്തു. മിനിയാന്നുണ്ടായ സംഭവ ചോദിച്ചു. മക്കൾ പറയണം നിങ്ങൾ മറുപടി. ആരോട് പറഞ്ഞു? ആര് കേട്ടു? കേട്ട് കേൾവി മതിയോ? അപ്പൊ പറയാണ്, പറഞ്ഞ ആള് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയില്ല. ഇതാ നിങ്ങളെ മുഖാമുഖം അല്ല, സ്നേഹ സംവാദം തന്നെ. അങ്ങനെ ഉണ്ടോ ഒരു നിബന്ധന? ഒരു ഔദ്യോഗിക സംഘടനയുടെ സ്റ്റേജിൽ ഒരാൾ പറഞ്ഞ സംഗതി വേറെ ആൾ ചോദിച്ചാല് അത് അയാളോട് ചോദിക്കണം മറുപടി. ഇപ്പൊ ഇവിടെ അൻവർ ഉസ്താദ് പ്രസംഗിച്ചു, നിങ്ങൾ ചോദിച്ചു അൻവർ ഉസ്താദ് പോയതിനു ശേഷം ഞങ്ങൾ ആൺകുട്ടികളായി മറുപടി പറയും ഉസ്താദ് പറഞ്ഞതിന്. ഇല്ലെങ്കിൽ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്ക്, ഞങ്ങൾ മറുപടി പറയും. നിങ്ങളോ? നിങ്ങൾ വാടക പ്രാസംഗികരല്ലേ? നിങ്ങളെ ഡ്യൂട്ടിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കഴിഞ്ഞു. അതാ വാടക പ്രാസംഗികന്റെ അടയാളം. എന്ത്? ഉത്തരവാദിത്ത ബോധം. ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തിലാ പറയുന്നത്. ഉസ്താദ് അവர்கள் പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചോദിക്കും, ഞങ്ങൾ പറഞ്ഞുതരാം. ഇല്ല ഞങ്ങൾ പറയൂല. ഞാൻ മൂപ്പരെ കൂടെ കുറെ മുഖാമോ നടത്തി. അന്നൊന്നും ഈ അസുഖമില്ലേ, ഇപ്പൊ എന്നേ പോയി തുടങ്ങിയതാവും. അങ്ങനെ ഉണ്ട് റസൂല്. ഒരാള് പറഞ്ഞ കാര്യം അത് സംഘടനാ വേദിയിൽ പറഞ്ഞതാ. അതിന് ഉത്തരം നാടന്മാര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവിടെ ഒരു കളവുണ്ടെങ്കില് 1500 അടിയാണ് എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞു. അത് ആരെ കുറിച്ചാന്ന് എനിക്കറിയില്ല. ഏത്? ഈ പറഞ്ഞ ഹയവാൻ ഉസ്താദിനെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചത് ഇത് പറഞ്ഞിട്ടാ. ഇത് പറഞ്ഞിട്ടാണ് ഉസ്താദിനെതിരെ കേസ് പറഞ്ഞു. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ അയാൾ എന്നോട് ഉസ്താദിനെ കുറിച്ച് ഇതാണല്ലോ പറഞ്ഞു. പിന്നെ മൂപ്പരിക്കായി തിരിഞ്ഞാന്നു. കള്ളത്തരം പറയാം. മൂപ്പരിക്കായി തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന് അടിത്തറയില്ലെന്ന്. 400 ആള് കൂടിയിട്ട് കാര്യമുണ്ടോ ഈ നോണ സ്ഥിരപ്പെടുത്താൻ? ഇവിടെ ചോദിക്കുന്നത്, നേരത്തെ നമ്മൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മുത്തുനബിയുടെ റൗള ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല എന്നുള്ള ഒരു പരാമർശം നേരത്തെ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അത് ആരോടാണ് എപ്പോഴാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കണം. അതിന് വ്യക്തമായ തെളിവ് നിങ്ങൾ എന്താണ്? ഉസ്താദ് പറഞ്ഞ ഒരു വിഷയമാണ്. ഉസ്താദ് ആളെ പേര് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഒരുപാട് ശേഖന്മാരുള്ളതല്ലേ, ഓരോരുത്തരും ഓരോ വാദം പറയുകയാണ്. ആ വാദത്തെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് ഇവിടുന്ന് പോയല്ലോ. അതുവരെ നമുക്കത് അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. ഉസ്താദ് ആരെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഉസ്താദ് ഹയാത്തിലുള്ള ആളാണല്ലോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കി പറയട്ടെ. അതുകൊണ്ട് നമുക്കത് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതായി
ഉറപ്പുവരുത്താവുന്നതാണ്. വ്യക്തികളുടെ പേര് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആരെ ഉദ്ദേശിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം പിന്നെ പറയാൻ നോണയാണ്. ഇയാൾക്കറിയാം, കൊല്ലങ്ങൾക്ക് മുമ്പേ അറിയാം. പറയും ഉസ്താദ് നേരത്തെ ഈ പരിസരത്തുള്ള ആളുകളുടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല, അതല്ലാതെ കുറെ ദൂരത്താണ് എന്ന് ഒരു വ്യക്തി സൂചിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഉസ്താദ് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഏത് വ്യക്തിയെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് ഉസ്താദല്ലേ പറഞ്ഞത്. ഉസ്താദിന് രേഖയില്ലാതെ പറയാൻ പറ്റുമോ? ഉസ്താദ് രേഖയില്ലാതെ പറയുമോ? പറയില്ല. പിന്നെ ഇപ്പൊ ഉസ്താദിന്റെ രേഖ എങ്ങനെ ഞാൻ പറയാ? അത് ഉസ്താദല്ലേ പറയേണ്ടത്. എന്താ നിങ്ങളത് മനസ്സിലാക്കാത്ത? ഉസ്താദ് പറഞ്ഞ ഒരു കിതാബിലുള്ള ഒരു വിഷയമാണ് നമ്മൾ കാണിച്ചു തരാം. ഇത് നിലവിലുള്ള ഒരു സംഭവം പറഞ്ഞതാണല്ലോ. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ആരാണ് ആ പറഞ്ഞത് എന്നാ നിങ്ങൾ ചോദിക്കുന്നത്. ആള് എന്നോട് പറഞ്ഞതല്ലല്ലോ. ഉസ്താദ് കിതാബിലുള്ളത് കാണിച്ചു തരാൻ പറ്റൂല. നേലുണ്ടോന്ന് ഇവിടുന്ന് ചോദിച്ചപ്പോ മുപ്പര് പറഞ്ഞ പരിപാടി അത് മറ്റേയാളോട് കുറ്റിയാടി പോയി ചോദിക്കാനാ പറഞ്ഞു. എന്തേ നിങ്ങൾ ഇത്ര അതപ്പതിച്ചു പോയത്? ഉസ്താദ് പറഞ്ഞ ഒരു വിഷയത്തിൽ ഇനി ഞങ്ങൾ ചോദിക്കാണ്, ആരാണത് കേട്ടത്? ആ കേട്ട വ്യക്തി എന്താ കേട്ടത്? എവിടെന്നാ നിങ്ങൾക്ക് ഈ നുണ കിട്ടിയത്? നുണ പറഞ്ഞാൽ സ്ഥിരപ്പെടുക്കാൻ പറ്റുന്നാണോ മനസ്സിലാക്കിയത്? അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഈ നുണ പറയുന്നവരോട് സമൂഹം വിട്ടു നിൽക്കണം. അതാണ് ഒരാള്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അതിന് മറുപടി ഇല്ല. പറഞ്ഞ ആള് പോയി. അപ്പൊ ഇതൊക്കെയാണ് മുഖാമുഖത്തിന്റെ കഥ. വലിയ വർത്താനൊക്കെ പറയുമ്പോ ഇതൊക്കെ ഓർക്കണ നല്ലതാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.